بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. മുൻകരുതൽ എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. നമ്മളുടെ ഇഹലോക ജീവിതം ക്ഷേമകരമാകുന്നതിന് വേണ്ടി, നമ്മുടെ പരലോകം ധന്യമാകുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ ഇസ്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകളെ ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അവിടുത്തെ തിരുമൊഴികളായി നമുക്കുള്ള മുൻകരുതൽ അറിയിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ തന്നെയും മുൻകരുതലെടുത്ത് ജീവിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ പതിവ് തെറ്റി ഉച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ വന്ന സംഭവം നമുക്കറിയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ
ഒരു രഹസ്യ വിവരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. അപ്പോൾ അബൂബക്കറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വീട്ടിൽ ഉള്ളവരെ പുറത്താക്കാനാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വീട്ടിൽ നിന്ന് പുറത്തു നിൽക്കാനാണ്. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ അടുക്കലുള്ള വാർത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കാൻ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയും വാക്കും ഒരുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുൻകരുതലെടുത്തതിനെ, അതേപോലെ തന്നെ മുൻകരുതൽ ആവശ്യമാണെന്നതിനെ അറിയിക്കുകയാണ്. എന്തിനാ ഉച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് റസൂലുള്ള വന്നത്? ഉച്ച സമയത്ത് എല്ലാവരും ഉച്ചയുറക്കിൻ്റെ സമയത്താണ് മക്കയിൽ. അപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കാണില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നത് അറിയില്ല. അതിനാണ് ആ സമയം തിരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറയുന്നത് ചെന്നിട്ട്, ഹിജറക്ക് അനുവാദം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഹിജറ പോകാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാർത്തകൾ മണത്തറിയുവാൻ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ തരം നോക്കി നടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് റസൂലുള്ള വീട്ടിലെത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് വീട്ടിലുള്ളവരെ പുറത്തു നിർത്താനാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, പ്രവാചകരെ, എൻ്റെ 2 പെൺമക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത്, ആയിഷയും അസ്മയും. നിങ്ങൾ എന്ത് വാർത്ത പറഞ്ഞാലും ആ വാർത്ത അങ്ങാടിപ്പാട്ടാക്കുന്നവരല്ല ഇവർ 2 പേരും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അസ്മ കേട്ടു, ആയിഷ കേട്ടു, അതിനാൽ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുള്ളവരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അതെന്തിനു വേണ്ടിയാ? അതൊരു മുൻകരുതലാണ്. ഉച്ച സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചൂട് കൊണ്ട് മരുപ്പറമ്പിലൂടെ അല്ലെങ്കിൽ മണൽപ്പരപ്പിലൂടെ നടന്നു വന്നു. എന്തിനു വേണ്ടി? മുൻകരുതലായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖുദു ഹിദ്റക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ മുൻകരുതലുകൾ സ്വീകരിക്കണം. അപ്പം നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രവൃത്തി പദത്തിലൂടെ, അവിടുത്തെ തിരുമൊഴിയിലൂടെ നമ്മൾ മുൻകരുതലെടുത്ത് ജീവിക്കുവാൻ നമുക്ക് മാതൃകയാവുകയും ചെയ്തു. അതിൽ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. എന്താണ് മുൻകരുതലുകൾ? എന്തിനെ തൊട്ടാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്? എങ്ങനെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്? അതിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട, പ്രാമുഖ്യം കൽപ്പിക്കേണ്ടതായ വിഷയങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയതൊക്കെ. ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രതിഭയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ പറയാറുണ്ട്, ലസ്തു ബിൽ ഖിബ്ബി വലൽ ഖിബ്ബു യഖ്ദഉനി, ഞാനൊരു ചതിയനല്ല, ഒരു ചതിയൻ എന്നെ പറ്റിക്കുകയുമില്ല. ഇത് ഉമർ ആത്മവിശ്വാസത്തിൽ തന്നെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ എന്താ കാരണം? ഉമർ സ്വീകരിക്കുന്നതായ മുൻകരുതലാണ്. എന്ത് മുൻകരുതലാണോ സ്വീകരിക്കേണ്ടത് അത് ഉമറിൻ്റെ അടുക്കൽ തയ്യാറായിരുന്നു, റെഡിയായിരുന്നു. അതുകൊണ്ടാണ് ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയാണ്, ഉമറെ, ശൈത്താൻ വരെ നിങ്ങളെ ഭയക്കുന്നു. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള എന്താ? ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിയിലൂടെ പോകുന്നതാണ്. തുർമുദിയുടെ റിവായത്തിൽ പിശാച് നിങ്ങളെ ഭയക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഉമർ പിശാച് വരെ കടന്നു വരുന്നതിനെ തൊട്ടുള്ള മതപരമായി സ്വീകരിക്കേണ്ടതായ മുൻകരുതൽ എടുത്തുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്.
അപ്പം നമ്മൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതായ കുറേ വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില ചരിത്രങ്ങളുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഏതാനും സമയം ശ്രവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തെറ്റ് ചെയ്തിട്ടും നമ്മളെ പിടികൂടാതെ നമുക്ക് കാലതാമസം തരുന്നുവെങ്കിൽ അത് നമ്മൾ മുൻകരുതലെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമായി പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ വഹുവ അലാ മഅസിയതിഹി ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജുൻ ലഹു. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് ജീവിക്കുകയാണ്, പാപത്തിൽ കുളിച്ച് തെറ്റിൽ മുഴുകി അയാളുടെ ജീവിതം കഴിച്ചുകൂട്ടാണ് അയാൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എന്നിട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിഷിദ്ധങ്ങൾ കാണുന്നു, നിഷിദ്ധങ്ങൾ കേൾക്കുന്നു, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നു, പാപിയാണ്. എന്നിട്ടും അയാൾക്ക് അള്ളാഹു നൽകുകയാണ്, ദുനിയാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജുൻ ലഹു. അത് അവന് നേരെയുള്ള ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അയാളെ അള്ളാഹു പടിപടിയായി പിടികൂടാണ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു തിരുമൊഴിയിൽ കാണാം, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫല്ലിത്ഹു. അള്ളാഹു അക്രമിക്ക് ആയുസ് നീട്ടിയിട്ട് കൊടുക്കും. പക്ഷെ അള്ളാഹു ഒരു നാളിൽ അക്രമിയെ പിടികൂടും. അള്ളാഹു പിടികൂടിയാൽ പിന്നെ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് കുതറി മാറാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഹലീം. ഹലീം എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ, പാപിയെ പെട്ടെന്ന് പിടികൂടില്ല. അള്ളാഹു കാലതാമസം കൊടുക്കും. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു അൽ ഹലീം. പക്ഷേ പാപി താൻ തെറ്റ് ചെയ്തിട്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കാണുകയും തെറ്റിൽ കുളിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ വരും. പടച്ചവൻ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും കുതറി മാറാൻ കഴിയാത്ത രീതിയിലാണ് പിടികൂടുക. ഇവിടെ നമ്മൾ മുൻകരുതൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? തെറ്റ് ചെയ്തിട്ടും വരുമാനാണ്, പാപം ചെയ്തിട്ടും വരവാണ്. എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ അയാൾ അതിനെ തൊട്ട് മുൻകരുതൽ എടുക്കണം. നിഷിദ്ധം ഞാൻ കാണുന്നു, നിഷിദ്ധം ഞാൻ കേൾക്കുന്നു, നിഷിദ്ധം ഞാൻ പ്രവർത്തിക്കുന്നു, എന്നിട്ടും വരവ് കൂടുകയാണ് എങ്കിൽ അതൊരു സൂക്ഷിക്കപ്പെടേണ്ട വിഷയമാണ്. അതിനെ തൊട്ട് കരുതലെടുക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പിടികൂടാനുള്ള പോക്കാണ്. ഇതിനപ്പുറം എനിക്കൊരു പാതാളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അയാൾ മനസ്സിലാക്കണം. അങ്ങനെ മുൻകരുതലെടുക്കണം എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. രണ്ടാമത് മനുഷ്യൻ മുൻകരുതലെടുക്കേണ്ടത് സ്വന്തം മനസ്സിൻ്റെ വിഷയത്തിലാണ്. എന്താ സ്വന്തം മനസ്സിൻ്റെ വിഷയത്തിൽ മുൻകരുതലെടുക്കേണ്ടത്? അള്ളാഹു മനുഷ്യനോട് പറഞ്ഞു, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു. മനുഷ്യ മനസ്സ് തിന്മ കൽപ്പിക്കുന്ന മനസ്സാണ്. അപ്പം മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും മനുഷ്യൻ്റെ മനസ്സ്. ഈ ഒരു പ്രത്യേകത മനുഷ്യനുണ്ട്. എന്താ മുൻകരുതലെടുക്കേണ്ടത്? മുൻകരുതലെടുക്കേണ്ടത് തെറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് എന്നോട് പറയും, എന്നെ പ്രേരിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിൻ്റെ പ്രേരണക്കൊത്ത് തെറ്റ് ചെയ്യാതിരിക്കുക, തെറ്റിലേക്ക് പോകാതിരിക്കുക. പല നിലയിൽ മനുഷ്യൻ തെറ്റിലേക്ക് എത്തിപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംവിധാനിച്ചപ്പോൾ, സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ, സ്വർഗത്തെ
മക്കാരിഹുകൾ കൊണ്ട് പൊതിഞ്ഞു എന്നാണ്. മക്കാരിഹ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തെ ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞു, തന്നെ ഇഷ്ടങ്ങൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട്. ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇഷ്ടകരമായ കാര്യങ്ങൾ, അത് തെറ്റായിരുന്നു, അതുകൊണ്ടാണ് പൊതിഞ്ഞത്. ആ തെറ്റിലേക്ക് മനുഷ്യന്മാർ പെട്ടെന്ന് അടുക്കുകയും അത് ചെയ്യുകയും ചെയ്യും, നിഷിദ്ധങ്ങൾ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യന്മാർക്ക് എന്തില്ല, സ്വർഗം ഉണ്ടാവില്ല. സ്വന്തത്തെക്കുറിച്ച് മനുഷ്യൻ മുൻകരുതലെടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം. എൻ്റെ മനസ്സെന്നോട് തിന്മയെ കൽപ്പിക്കും, തിന്മക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, പറയുന്നത്, കേൾക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ അല്ലേ? ആ നിലക്ക് അയാൾ മുൻകരുതലെടുക്കേണ്ടതുണ്ട്. പൂർവികർ സ്വന്തത്തെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ ഒരു ഭൃത്യനെ അടിക്കുകയാണ്, ഒരടിമനെ അടിക്കുകയാണ്. ആരും ചോദ്യം ചെയ്യാനില്ല, എത്രയും തല്ല. അങ്ങനെ അബൂ മസ്ഊദ് അടിക്കണത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ഊദിനെ വിളിക്കുകയാണ്. അബൂ മസ്ഊദ് എന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഈ അടിമയെ തല്ലാനുള്ള കഴിവുണ്ട്, ശേഷിയുണ്ട്, ഓക്കെ. പക്ഷേ ഈ അടിമക്ക് നേരെയുള്ള നിങ്ങളുടെ കഴിവിനേക്കാൾ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഇത്തഖില്ലാ യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദെ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ഊദിനോട് ആവർത്തിച്ച് വസിയത്ത് ചെയ്തു. എന്താ അബൂ മസ്ഊദ് ചെയ്തത്? അബൂ മസ്ഊദ് ചെയ്തത് തൻ്റെ അടിമയെ സ്വതന്ത്രനാക്കി പോകാൻ പറഞ്ഞു. നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിതനാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, തിരുദൂതരെ, ഞാൻ അടിച്ച അടിമയെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ഊദിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നരകത്തീ നിങ്ങളെ നക്കി തുടക്കുമായിരുന്നു, നരകത്തീ നിങ്ങളെ സ്പർശിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹദീസ് സഹീഹാണ്. ഇവിടെ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തെ എങ്ങനെ പാഠം പഠിപ്പിച്ചത്? സ്വന്തം ഇച്ഛ അദ്ദേഹത്തോട് പറഞ്ഞു അടിമനെ തല്ലാൻ. അടിമനെ തച്ച പ്രശ്നമല്ല, ചോദ്യം ചെയ്യാൻ ആളില്ല, നോക്കാൻ ആളില്ല എന്ന നിലയിലാണ്, അതുകൊണ്ടാണ് അടിമയെ തച്ചത്. പക്ഷേ ആ മനസ്സിനെ തോൽപ്പിച്ച്, സ്വന്തത്തെ തോൽപ്പിച്ച് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത്? ആ അടിമനെ തന്നെയാണ് മോചിപ്പിച്ച്. ഇങ്ങനെയായിരുന്നു പൂർവികരുടെ ചികിത്സ സ്വന്തത്തെ ഹനിക്കുന്ന വിഷയത്തിൽ, സ്വന്തത്തെ അതിനെ നിഗളിപ്പിൻ്റെ സമയത്ത് ഒതുക്കുന്ന വിഷയത്തിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗം നമുക്ക് ഇപ്രകാരം വായിക്കാം. ഉമർ സ്വന്തത്തെ ഉത്ബോധിപ്പിക്കുകയാണ്, ആത്മകഥം ചെയ്ത് സംസാരിക്കുകയാണ്. ലഖദ് കുൻത തുസമ്മ ഉമൈറൻ വലഖദ് കുൻത തറഗ ഗുനൈമാത്തിൻ ലിആലിൽ ഖത്താബ്. ഉമർ സ്വന്തത്തോട് പറയാണ്, നീ ഉമൈർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഉമൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമർ. ചെറിയ കുട്ടിയാകുമ്പോൾ തസ്ഗീറിൻ്റെ സീഗയിലാണ് വിളിക്കുക ഉമൈർ. വലിയ ആളാകുമ്പോഴാണ് ഉമർ. ഉമൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമർ എന്നർത്ഥം. എന്നിട്ട് ഉമർ പറയാണ്, നീ സ്വന്തത്തോട് പറയാണ്, ഖത്താബിൻ്റെ കുടുംബത്തിൻ്റെ ആട്ടിൻ പറ്റത്തെ മേച്ച് നടക്കുന്ന വ്യക്തിയായിരുന്നു. എന്തിനാ ആടിനെ മേച്ചടന്നിരുന്നത്? അലാ തംറാത്തിൻ തഅകുലുഹാ വതസുദ്ദു ബിഹാ ജൗഅതക്, ഏതാനും കാരക്കകൾക്ക് വേണ്ടി, പശി അടക്കാനുള്ള കാരക്ക കൂലിയായി കിട്ടും, അതിനുവേണ്ടി ഖത്താബിൻ്റെ കുടുംബത്തിൻ്റെ ആടുകളെ മേച്ച് നടക്കുന്ന വ്യക്തിയായിരുന്നു നീ. സുമ്മ അസ്ബഹത തുസമ്മ ഉമറ, പിന്നെയാണ് ആളുകൾ നിന്നെ ഉമർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. സുമ്മ അസ്ബഹ യുഖാലു ലക അമീറുൽ മുഅ്മിനീൻ, ഇപ്പം നിങ്ങളെ ഉമർ പറയാണ്, നിന്നെ ആളുകൾ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുകയാണ്. പണ്ട് ഉമൈറായിരുന്നു ഇടയൻ, പിന്നെ ഉമറായി,
ഇപ്പം അമീറുൽ മുഅ്മിനീനാണ് എന്ന് ഉമർ മിമ്പറിൽ വെച്ച് ആത്മകഥം ചെയ്ത് ഇറങ്ങി. അപ്പോൾ ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത്? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കെന്നെ എന്നെക്കുറിച്ചൊരു തോന്നൽ ഞാൻ ആരാണ് എന്ന്. മനസ്സിൻ്റെ ചൊറിച്ചിലാണ്. അപ്പോൾ ആ മനസ്സിനെ ഒന്ന് താഴെ ഇറക്കി വെക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വരുന്നത്, തിന്മക്ക് പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ തൊട്ട് നമ്മൾ മുൻകരുതലെടുക്കണം. എങ്ങനെയാണ് മുൻകരുതലെടുക്കേണ്ടത്? മനസ്സിൻ്റെ ഔദത്യഭാവം, ഞാൻ എന്ന തോന്നൽ, ഇതൊക്കെ നമ്മൾ കെടുത്താൻ ശ്രമിക്കണം. തെറ്റിന് മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും, ഷഹവാത്തിലേക്ക് മനസ്സ് നമ്മളെ മാടി വിളിക്കും, തന്നിഷ്ടങ്ങൾ പ്രവർത്തിക്കുവാൻ മനസ്സ് നമ്മളെ ക്ഷണിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടതായ മുൻകരുതലുകൾ അത് യഥാവിധം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ദീനിനെ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദീനീ നിഷ്ഠയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. പിന്നീട് മുൻകരുതൽ എടുക്കേണ്ട ഒരു വിഷയം, അള്ളാഹു നമ്മളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറൂഹും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും ചിലരുണ്ട്, അവർ അദുവ്വല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളാണ്. ഫഹ്ദറൂഹും, അവരെ തൊട്ട് നിങ്ങൾ മുൻകരുതലെടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പം നമ്മളുടെ ഇണകൾ എല്ലാവരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മളുടെ മക്കൾ എല്ലാവരും ശത്രുക്കളല്ല, പക്ഷേ ഇണകളിലും മക്കളിലും ചിലർ ശത്രുക്കളാണ്. അതെങ്ങനെ? ഈ ആയത്തിൻ്റെ തഫ്സീർ വായിച്ചാൽ അറിയാം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരൽ, പലായനം ചെയ്യൽ നിർബന്ധമായിരുന്നു. ചില വിശ്വാസികൾ ഹിജറക്കൊരുങ്ങി. അപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും വന്നിട്ട് അവരെ തടഞ്ഞ്, നിങ്ങൾ ഹിജറ പോകരുത്, നിങ്ങൾ ഞങ്ങളോടൊത്ത് ഇവിടെ മക്കത്തുണ്ടാവണം എന്ന്. അങ്ങനെ അവർ മക്കയിൽ തങ്ങി. കാലം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഹിജറ വരേണ്ട അനിവാര്യത വന്ന്. അങ്ങനെ മദീനയിലേക്ക് അവരെത്തിയപ്പോൾ മദീനയിലെത്തിയ വിശ്വാസികൾ അവർ പുണ്യകർമ്മങ്ങളിലേറെ മുന്നേറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് ദീന് പഠിച്ചിട്ട് അവർ ധന്യരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തികഞ്ഞ ദുഃഖവും വിഷമവും അവരുടെ വിഷയത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഇണകളിൽ ചിലർ, നിങ്ങളുടെ മക്കളിൽ ചിലർ നിങ്ങൾക്ക് തന്നെ ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവരുടെ വിഷയത്തിൽ നിങ്ങൾ മുൻകരുതലെടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ നമ്മളെ പുണ്യങ്ങളിൽ നിന്ന് തടുക്കുന്ന, സൽപ്രവൃത്തികളിൽ നിന്ന് ചെറുക്കുന്ന, നന്മകൾക്ക് നമ്മൾ ഒരുമ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ കൂച്ചുവിലങ്ങ് തീർക്കുന്ന ഇണകൾ, മക്കൾ, അവരെ തൊട്ട് നമ്മൾ മുൻകരുതലെടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകൾ എന്താ? വഅതിഉല്ലാഹ വഅതിഉർ റസൂല ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം, അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെടണം. നിങ്ങൾ പിന്തിരിയുകയാണ് എങ്കിൽ നമ്മുടെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഉള്ളത്. അള്ളാഹു ആകുന്നു യഥാർത്ഥ ആരാധനക്കർഹനായിട്ടുള്ളവൻ, അവൻ്റെ മേൽ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ. അപ്പോൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെട്ട് ജീവിക്കണം, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സന്താനങ്ങൾ, അവരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ തൊട്ട് നിങ്ങൾ മുൻകരുതലെടുത്തോളിയും. അപ്പോൾ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന, റസൂലിനെ അള്ളാഹിനെ അനുസരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നവർ ഭാര്യാസന്താനങ്ങളിലുണ്ട്, അവരെ തൊട്ട് മുൻകരുതലെടുക്കണം എന്നാണ്
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഇതേപോലെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ട ഒരു കൂട്ടരാണ് കൂട്ടുകെട്ട്. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വസിയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായിട്ട് ജീവിക്കണം. വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പമാണ് വർത്തിക്കേണ്ടത്. സത്യസന്ധന്മാരോടൊപ്പം, സൽവൃദ്ധന്മാരോടൊപ്പം സഹകരിക്കാൻ, അവരെ സഹചാരികളായിട്ട് സ്വീകരിക്കാനാണ് അള്ളാൻ്റെ വസിയത്ത്. ചാണകം ചാരിയാൽ ചന്ദനം മണക്കൂല, ചന്ദനം ചാരിയാൽ ചാണകം മണക്കൂല. നമ്മൾ ചാരേണ്ടത് ചന്ദനത്തെയാണ്, ചന്ദനം മണക്കാൻ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലാണ്. അതുകൊണ്ട് ആരോട് കൂട്ടുകൂടുന്നുവോ അത് നോക്കാൻ പറഞ്ഞു. മരം നോക്കിയിട്ട് കൊടിയിടണം. കൂട്ടുകെട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ നമ്മൾ മുൻകരുതൽ എടുത്തിട്ടില്ല എങ്കിൽ, മലപ്പുറം ഭാഷയിൽ പറയും, നാറിയോനെ പേറിയോ നാറും. അതാണ് സംഭവിക്കുക. ഒരു സ്ത്രീ ഒരു ചെന്നായക്കുട്ടിനെ വളർത്തിയ ഒരു കഥ ഉണ്ട്, അറേബ്യൻ കഥകളിൽ വായിച്ചതാണ്. ചെന്നായൻ്റെ കുട്ടി ചെറുത്, അതിനെ കൊണ്ടുവന്നിട്ട് വളർത്തി. എങ്ങനെ വളർത്തിയത്? ആ തള്ളക്ക് ഒരു ആടുണ്ടായിരുന്നു, പാല് കറക്കണ ആട്. ആ ആടിൻ്റെ പാല് കറന്ന് ഈ ചെന്നായക്കുട്ടിക്ക് കൊടുത്തിട്ടാണ് ആ ചെന്നായക്കുട്ടിയെ വളർത്തിയത്. അങ്ങനെ ചെന്നായ വളർന്നു വന്ന് എന്താ സംഭവിച്ചത്? വളർന്നു വന്ന ചെന്നായ ഏതൊരാടിൻ്റെ പാല് കുടിച്ചിട്ടാണോ വളർന്നത്, ആ ആടിനെ കൊന്ന് അതിനെ തിന്ന് ചെന്നായൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഈ തള്ള ഒരു 3 വരി കവിത ചൊല്ലി. ബഖർത ശുവൈഹതി വഫജഅത ഖൽബി വകുൻത ലഹാ ഇബ്നു റബീബു ഉദീത ബിദർരിഹാ വഇശ്ത മഅഹാ ഫമൻ അദ്റാക അന്ന അബാക ദീബു ഇദാ കാനത് തിബാഉ തിബാഅ ദീബിൻ ഫലാ അദബുൻ യുഫീദു വലാ അദീബു. എൻ്റെ ആടിനെ നീ കൊന്നു, എൻ്റെ ഹൃദയത്തെ നീ വേദനിപ്പിച്ചു. ചെന്നായനെ അഭിസംബോധന ചെയ്തിട്ട് ഈ കിളവി പാടുകയാണ്. എൻ്റെ ആടിനെ കൊന്നു, എൻ്റെ ഹൃദയത്തെ നീ വേദനിപ്പിച്ചു. നീ കൊന്ന ആടിന് നീ ഇബ്നുൻ റബീബു പോറ്റുമകനായിരുന്നു. ഉദീത ബിദർരിഹ, ആ ആടിൻ്റെ പാലാണ് നിൻ്റെ പോഷകം. വഇശ്ത മഅഹ, ആ ആടിനോടൊത്താണ് നീ ജീവിച്ചത് ഒരു കൂട്ടിൽ. ഫമൻ അദ്റാക അന്ന അബാക ദീബു, ആരാണ് നിനക്ക് നിൻ്റെ തന്ത ചെന്നായയാണ് എന്ന് പറഞ്ഞെന്ന്? തന്തനെ കണ്ടിട്ടില്ല, തള്ളനെ കണ്ടില്ല, ചെറിയ കുട്ടിയല്ലേ, ആട്ടിൻകൂട്ടിലാണ് വളർന്നത്. ആരും പറഞ്ഞു കൊടുത്തില്ല എൻ്റെ വാപ്പ ചെന്നായാണ് എന്നുള്ളത്. പക്ഷേ തള്ള പറയാണ്, ഈ പണി ചെയ്തപ്പോൾ നിൻ്റെ തന്ത ചെന്നായയാണ് എന്ന് ആരാ എന്നോട് പറഞ്ഞേ? എന്നിട്ട് പറയാണ്, ഇദാ കാനത് തിബാഉ തിബാഅ ദീബിൻ, ചെന്നായയുടെ പ്രകൃതിയാണ് ഉള്ളത് എങ്കിൽ ഫല അദബുൻ യുഫീദു വല അദീബു, ഒരു അദബും ഉപകാരപ്പെടൂല, അദബുള്ളവനും ഉപകാരപ്പെടൂല. പിന്നെ മര്യാദൻ്റെ ക്ലാസ് കൊടുത്തിട്ട് കാര്യമല്ല. അദബുള്ള ആൾ ഉസ്താദായിട്ടും കാര്യമല്ല. ചെന്നായയുടെ പ്രകൃതിയാണുള്ളത് എങ്കിൽ ചെന്നായൻ്റെ സ്വഭാവം കാണിക്കും എന്ന് ആ സ്ത്രീ കവിത പാടിയതാണ്. അപ്പം നമ്മൾ കൂട്ടുകൂടുമ്പോൾ ഏത് പ്രകൃതക്കാരനാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ചെന്നായയുടെ പ്രകൃതി ഉള്ളവനോടാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ നമ്മളിനി എത്ര മിനുങ്ങിയിട്ടും കാര്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവനാൽ വെള്ളം കുടിക്കും എന്നുള്ളതാണ്. അപ്പം മുൻകരുതലെടുക്കുമ്പോൾ നമ്മൾ കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ മുൻകരുതലെടുക്കണം എന്നാണ്. ഒരു കവി പറഞ്ഞു, ഇഹ്ദർ അദുവക മറത്തൻ
ഇഹ്ദർ അദുവക മറത്തൻ വഹ്ദർ സദീഖക അൽഫ മറ ഫലറുബ്ബ മൻ ഖലബ സദീഖ് ഫകാന അഅലമു ബിൽ മദറ. എന്താ കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ മുൻകരുതലെടുക്കാൻ മൂപ്പരൊരു തത്വമായിട്ട് ഒരു കവിത പറഞ്ഞതാണ്. ഇഹ്ദർ അദുവക മറ, നിന്റെ ശത്രുവിനെ നീ ഒരിക്കൽ സൂക്ഷിച്ചാൽ മതി, ശത്രുവിൻ്റെ വിഷയത്തിൽ ഒരു മുൻകരുതൽ മതി. പക്ഷെ നിന്റെ കൂട്ടുകാരനാണെങ്കിൽ 1000 മുൻകരുതലുകൾ നീ സ്വീകരിച്ചോ എന്നാണ്. എന്തുകൊണ്ട്? ഫലറുബ്ബ മൻ ഖലബ സദീഖ് ഫകാന അഅലമ ബിൽ മദറ. കൂട്ടുകാരൻ ചിലപ്പോൾ ഇൻഖലബ് നേരെ തിരിയും, ശത്രുവായിട്ട് മാറും. അഅലമ ബിൽ മദറ, അപ്പോൾ എങ്ങനെ നിന്നെ ദ്രോഹിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവന് നന്നായിട്ടറിയാം. ശത്രുവിനെ ഒരു നിലക്ക് സൂക്ഷിച്ചാൽ മതി, കൂട്ടുകാരനെ 1000 നിലക്ക് സൂക്ഷിക്കണം എന്നാണ്. എന്തുകൊണ്ട്? നിന്നെ എങ്ങനെയൊക്കെ കെണിയിൽപ്പെടുത്താം എന്നുള്ളത് കൂട്ടുകാരനറിയാം. അവന് നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിന്റെ രാവും പകലും അറിയാം, രഹസ്യം പരസ്യം അറിയാം. അപ്പോൾ കൂട്ടുകാരനെ 1000 നിലക്ക് സൂക്ഷിക്കണം, ശത്രുവാണെങ്കിൽ ഒരു നിലക്ക് സൂക്ഷിച്ചാൽ മതി എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വർത്തമാന യുഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രാവിലെ കൂട്ടുകാരാണ്, വൈകുന്നേരം കൊടിയ ശത്രുക്കളാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇന്ന് മിത്രാണ്, നാളെ ശത്രുവാണ്, പലവിധ കാരണങ്ങളാൽ, ഹേതുകങ്ങളാൽ. ഏതായാലും കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ നമ്മൾ മുൻകരുതലെടുക്കണം എന്ന് നമ്മളോട് ദീന് ഉണർത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചില മുൻകരുതലുകൾ പഠിപ്പിക്കപ്പെട്ടത് പ്രാധാന്യപൂർവം ഗൗരവത്തിൽ മനസ്സിലാക്കുവാൻ ഉണർത്തുകയാണ്. നിത്യേന നമ്മൾ പാലിക്കേണ്ടതായ ചില മുറകളും മര്യാദകളുമുണ്ട്. എന്തിനാ ദീൻ അത് നമ്മളെ പഠിപ്പിച്ചത്? നമുക്ക് മുൻകരുതലുകളായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബിനോട് പറയുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹ് 3 മറാത്ത് തക്ഫീക മിൻ കുല്ലി ഷൈ. ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ഹദീസ് സഹിഹ. അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബിനോട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോഴും പ്രദോഷത്തിലാകുമ്പോഴും 3 തവണ വീതം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും ഓതണം. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവകൾ ഓതണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഫലഖ് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, അന്നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്. ഇത് രാവിലെയും 3 പ്രാവശ്യം ഓതണം, വൈകുന്നേരവും 3 പ്രാവശ്യം ഓതണം. എന്താ കാരണം? അതുകൊണ്ട് എന്താ ഫലം? തക്ഫീക മിൻ കുല്ലി ഷൈ എന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ സൂറത്തുകൾ പാരായണം ചെയ്തത് മതി എന്നാണ്. അപ്പം ഇതൊരു മുൻകരുതലാണ്. നമ്മളുടെ പ്രഭാതത്തിൽ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ എത്ര ടൈം വേണം? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതാൻ എത്ര ടൈം വേണം? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ എത്ര ടൈം വേണം? അത് ഓതിയാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് അവ സുരക്ഷയായി മതി. പ്രദോഷത്തിൽ ഓതിയാൽ പ്രഭാതം വരെ അത് സുരക്ഷയായിട്ട് മതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ദിനരാത്രങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസ്, ഇദാ ആവൈത ഇലാ ഫിറാശിക് ഫഖ്റ ആയത്തുൽ കുർസി ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ് വലാ യഖ്റബുക ശൈത്താൻ ഹത്താ തുസ്ബിഹ്. വിരിപ്പിലേക്ക് ഉറങ്ങാൻ കിടന്ന ആയത്തുൽ കുർസി ഓതുക. രാത്രി ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുക. പുലരുവോളം അള്ളാഹുവിൽ നിന്നൊരു കാവൽ, ഒരു സംരക്ഷകൻ നമുക്കുണ്ടായിരിക്കും. പുലരുവോളം ശൈത്താൻ നമ്മളെ സമീപിക്കൂല. അപ്പോൾ ഉറക്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലാണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. അങ്ങനെ ഓതുന്നവർക്ക് അള്ളാഹിൻ്റെ ഒരു കാവൽ,
ശൈത്താനിൽ നിന്നുള്ള സുരക്ഷ. ഇതാണ് പറയപ്പെട്ടതായ സുവിശേഷം. ഇതേപോലെ അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹു. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ ഒരു രാത്രി ഒരാൾ അവ രണ്ടും ഓതിയാൽ കഫതാഹു, ആ രാത്രി ഈ 2 ആയത്തുകൾ അവന് സുരക്ഷയായി മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ അരപ്പേജുള്ളൂ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മാ മക്തസബത് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ 2 ആയത്തുകൾ ഓതിയാൽ അവ അവന് പുണ്യമായി മതി, അവന് നന്മയായി മതി, അവന് സുരക്ഷയായി മതി. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊരു മുൻകരുതലെടുക്കുവാൻ രാത്രിയിൽ നമുക്കൊരു മുൻകരുതലാവുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതേപോലെ ഈ 2 ആയത്തുകൾ ഓതുന്ന വീടിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, വലാ യുഖ്റാനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹാ ശൈത്താൻ. 3 രാത്രി ഈ 2 ആയത്തുകൾ ഒരു വീട്ടിൽ ഓതുകയാണ് എങ്കിൽ ആ വീടിനോട് ശൈത്താൻ അടുക്കൂലാന്ന്. ആ വീടിനോട് ശൈത്താൻ അടുക്കൂലാന്ന്. എന്താ ഓതേണ്ടത്? സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലെ ഈ 2 ആയത്തുകൾ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകളെ കുറിച്ച് വേറെയും തിരുമൊഴികൾ കാണാം. ഇപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് മിൻ ശർരി മാ ഖലഖ്, 1/2 സെക്കൻഡ് വേണ്ടത് പറയാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ചതിലെ കെടുതികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ്, രക്ഷ തേടുന്നു എന്നാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു? ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ട് ഈ ദുആ ചൊല്ലിയാൽ ആ സ്ഥലം വിടുന്നത് വരെ അവനെ യാതൊന്നും ഉപദ്രവിക്കൂല എന്നാണ്. അവിടെയുള്ള മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, ശൈത്താനാകട്ടെ, ഒന്നും അവന് ഉപദ്രവകരമായിട്ട് ഭവിക്കൂല എന്നാണ്. പക്ഷേ ഒരിടത്ത് ചെന്നിറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന മുൻകരുതൽ എടുക്കണം. അത് ചൊല്ലിയുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് രാവിലെ 3 പ്രാവശ്യം പറഞ്ഞു. ബിസ്മില്ലാഹ് ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പുലരിയിൽ പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ ഈ പുലരിയിൽ പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പുലരിയിൽ ഞാനുണ്ട്. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, അള്ളാഹുവിൻ്റെ നാമം അതുള്ളതോടൊപ്പം വാനത്തിലാകട്ടെ ഭൂമിയിലുള്ളാകട്ടെ യാതൊന്നും വിനയായി ഉപദ്രവകരമായി ഭവിക്കുകയില്ല. വഹുവ സമീഉൽ അലീം, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നിരിക്കെ ഈ ആശയമുള്ള ഈ വചനം ഒരാൾ രാവിലെ 3 പ്രാവശ്യം പറഞ്ഞു, വൈകുന്നേരം 3 പ്രാവശ്യം പറഞ്ഞു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തിരുനബി പറഞ്ഞത് ലാ തുസീബുഹു ഫജഅതു ബലാഇൻ എന്നാണ്. പെട്ടെന്നൊരു പരീക്ഷണവും ആ മനുഷ്യനെ ഏൽക്കൂല എന്നാണ്. പെട്ടെന്നൊരു പരീക്ഷണം ഇത് ചൊല്ലുന്ന മനുഷ്യനെ ഏൽക്കൂല എന്നാണ്. അയാളുടെ പകലിലും അയാളുടെ രാവിലും, അയാളുടെ പ്രദോഷത്തിലും പ്രഭാതത്തിലും ഇത് 3 പ്രാവശ്യം വീതം നിത്യാക്കണം. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹോദരന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ മൻ ഹഫിള 10 ആയാതി മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്തെ 10 ആയത്തുകൾ ഒരാൾ മനപ്പാടാക്കിയാൽ, സൂറത്തുൽ കഹ്ഫിൽ
അതിൻ്റെ ആദ്യ ഭാഗത്തെ 10 ആയത്തുകൾ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിൽ നിന്ന് അയാൾ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദജ്ജാലിനെ തൊട്ട് മുൻകരുതലെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്ക ഭാഗത്തുള്ള 10 ആയത്തുകൾ മനഃപ്പാടാക്കുക എന്നുള്ളതാണ്. ചില റിവായത്തുകൾ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്തെ 10 ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗത്തുള്ള 10 ആയത്തായാലും അവസാന ഭാഗത്തുള്ള 10 ആയത്തായാലും അത് പഠിക്കാൻ എളുപ്പമാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട് എങ്കിൽ തുടക്ക ഭാഗത്തുള്ള 10 ആയത്തുകൾ നമ്മളൊന്ന് തർക്കീസ് ചെയ്താൽ, ഒടുക്ക ഭാഗത്തുള്ള ആയത്തുകൾ 10 എണ്ണം നമ്മളൊന്ന് തർക്കീസ് ചെയ്താൽ, നല്ല മൈൻഡ് കൊടുത്ത് ഓതിയിട്ടുണ്ട് എങ്കിൽ അതോടെ മനസ്സിൽ നിൽക്കും. അങ്ങനെയാണ് ഹിഫ്ളാകൽ. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കാലാവസാനത്തിൽ അതിൻ്റെ അലാമത്തെന്നോണം, അടയാളമെന്നോണം, ലോകാവസാനത്തിൻ്റെ അടയാളം എന്നോണം വരാനിരിക്കുന്ന വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ തുലോം കുറവാണ്. അത്ഭുത പ്രവൃത്തികൾ കാണിച്ച് ആളുകളെ കൊണ്ട് അവൻ ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് സമ്മതിപ്പിക്കുന്ന മഹാദുരന്താണ്, പരീക്ഷണമാണ് ദജ്ജാൽ. അപ്പോൾ ആ ദജ്ജാലിനെ തൊട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായ കാവൽ, സുരക്ഷയാണ് ഇവിടെ കഹ്ഫിലെ 10 ആയത്തുകൾ മനഃപ്പാടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞ്. ഇതേപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എത്ര എളുപ്പമാണ് പറയാൻ. ഇതൊരു സുരക്ഷാവചനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്തിനുള്ള സുരക്ഷയാണ്? ഒരിക്കൽ 2 ആളുകൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അതിലൊരാൾ ഏറെ കുപിതനാണ്, അയാളുടെ മുഖമൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്, അങ്ങനെ ദേഷ്യത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ നോക്കിയിട്ട് പറയാണ്, ഇന്നി ലഅലമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്. എനിക്കൊരു കലിമത്ത് അറിയാം, വചനം അറിയാം. ആ വചനം ഈ മനുഷ്യൻ പറഞ്ഞിരുന്നുവെങ്കിൽ അയാളുടെ ഈറ, ദേഷ്യം അത് പോകുമായിരുന്നു, പോയി കിട്ടുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അയാൾ പറയേണ്ടത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്. അപ്പോൾ സംസാരം അത് ഈറയായി, ദേഷ്യമായി പരിണമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഉടനെ എന്ത് പറയാം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് മുൻകരുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് ചൂടാണ് ഈ മനുഷ്യനോട് പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാം. പക്ഷെ അയാൾ അതൊന്നും കേൾക്കണില്ല. ദേഷ്യം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് പറയും, കുത്താൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് എന്താ കാര്യം. അങ്ങനെ ദേഷ്യത്തിൽ തിളക്കുകയാണ്. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറഞ്ഞു എന്നാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാം, അത് പറഞ്ഞളി. അപ്പോൾ അയാൾ പറയണില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ഈറ കൂടി വന്നു, ദേഷ്യം മൂത്തു എന്നാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നത് നോക്കി, നമ്മൾ മുൻകരുതലെടുക്കണം. അപ്പോൾ ദേഷ്യം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാം. അതേപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഗദബ മിനശ് ശൈത്താൻ, ദേഷ്യം ശൈത്താനിൽ നിന്നാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ, ശൈത്താൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. വഇന്നമാ തുത്ഫഉ അന്നാറു ബിൽമാ, വെള്ളം കൊണ്ടാണ് തീ കെടുത്തപ്പെടുക. ഫഇദാ ഗദിബ അഹദുകും ഫല്യതവദ്ദ, നിങ്ങളിൽ ഒരാൾ ദേഷ്യം പൂണ്ടാൽ അവൻ ഉളു ചെയ്യട്ടെ. അപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉളു എടുക്കുക, എങ്കിൽ ദേഷ്യം കെടും, ആ കോപത്തിൻ്റെ നാളങ്ങൾ അണയും, ഉളു ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊരു മുൻകരുതലാണ്. അതില്ലെങ്കിൽ എന്താ, ചിലർ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യനെ 3 ചെല്ലും, ചിലർ 3 അല്ല. ഞാനൊരു ഷെയ്ഖിൻ്റെ പ്രസംഗം കേട്ടു. ആ ഷെയ്ഖ് പറയാണ്, ഒരാൾ ഫോൺ ചെയ്യാണ്. അയാൾ ഫോൺ ചെയ്ത് പറയണേ, ഞാൻ എൻ്റെ ഭാര്യനെ തലാക്ക് ചൊല്ലി. എങ്ങനെ തലാക്ക് ചൊല്ലി?
ദമ്മാമിലുള്ള ആളുകളുടെ എണ്ണം തലാക്ക്. ദമ്മാമിൽ എത്ര ആളുണ്ട് അത്രയും ആളുകളുടെ തലാക്ക് ഭാര്യൻ്റെ പേരിൽ ചെല്ലി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നതാണ്. 1 2 ആണെങ്കിൽ നമുക്ക് ചികിത്സിക്കായിരുന്നു. ഹയ്യത്തിക്ക് ഇബാറുള്ളവനോട് ചോദിക്കാൻ പറഞ്ഞു, ഇവിടുത്തെ വലിയ പണ്ഡിത സഭനോട് ചോദിക്കാൻ പറഞ്ഞു. ഷെയ്ഖ് പറയാണ് അങ്ങനെ ഇതെന്തുകൊണ്ടാണ്? ദേഷ്യം വന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈറ മൂത്താൽ മനുഷ്യന്മാർ കലാപം നടത്തും, കൊല നടത്തും, തെറി വിളിക്കും, എന്തൊക്കെ ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയാണ് മുൻകരുതൽ എടുക്കാൻ. ഈറ വന്നാൽ, ദേഷ്യം വന്നാൽ ഒതു എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ മുൻകരുതൽ ചില ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഗദിബ അഹദുകും വഹുവ ഖായിം ഫലിയജ്ലിസ്. ഒരാൾ ദേഷ്യം നിന്നുകൊണ്ടിരിക്കുമ്പോൾ, നിന്ന അവസ്ഥയിലാണ് ഒരാൾക്ക് ദേഷ്യം വരുന്നത് എങ്കിൽ അയാൾ ഇരിക്കട്ടെ. ഫൈൻ ദഹബ അൻഹുൽ ഗദബ് വഇല്ല ഫലിയൽതജി. ഇരുന്നിട്ടും ദേഷ്യം പോയിട്ടില്ല എങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ കൊല നടത്താതിരിക്കാൻ, നമ്മൾ അനിഷ്ടം പ്രവർത്തിക്കാതിരിക്കാൻ, നമ്മൾ അനിഷ്ടം പറയാതിരിക്കാൻ, നമ്മൾ ശാപം പൊഴിക്കാതിരിക്കാൻ. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ ശപിക്കും, മനുഷ്യന്മാർ പിന്നെ കോപിക്കും, അതേപോലെ തന്നെ അനിഷ്ടങ്ങൾ പറയും. എന്താണ് വിളിച്ചു പറയേണ്ടതെന്ന് വിവരമുണ്ടാവില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിൽക്കുമ്പോഴാണ് ദേഷ്യം വരണമെങ്കിൽ അയാൾ ഇരിക്കട്ടെ, എന്നാൽ കോപം പോയി കിട്ടും. ഇനി ഇരുന്നിട്ടും പോയിട്ടില്ല എങ്കിൽ അയാൾ കിടക്കട്ടെ. മുൻകരുതലുകൾ നോക്കൂ നിങ്ങൾ. ഒളു ചെയ്യാൻ, ഇരിക്കാൻ, കിടക്കാൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകളെ നമുക്ക് പഠിപ്പിക്കണം. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതൽ, നമ്മുടെ മക്കൾ പൈശാചിക ബാധയിൽ പ്രയാസപ്പെടാതിരിക്കാൻ, നമ്മളുടെ മക്കളെ പിശാചി കീഴ്പ്പെടുത്താതിരിക്കാൻ എന്താണ് നമ്മളോട് പറഞ്ഞത്? ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. ഇത് മുൻകരുതലാണ്. നമ്മൾ ഭാര്യനെ പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബിസ്മില്ല, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. അല്ലാഹുവേ, ശൈത്താനെ നീ ഞങ്ങളെ തൊട്ട് ദൂരെയാക്കണമേ, ഞങ്ങളുടെ സന്താനങ്ങളെ തൊട്ടും നീ ദൂരെയാക്കണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ലം യദുർറഹു ശൈത്താനു അബദ, ഒരിക്കലും അതിലുണ്ടാകുന്ന കുഞ്ഞിനെ ശൈത്താൻ ഉപദ്രവിക്കൂല എന്നാണ്. ചില റിവായത്തുകളിൽ കാണാം വലം യുസല്ലത്ത് അലൈഹി, ആ സന്തതിയുടെ മേൽ ശൈത്താൻ അള്ളാഹു മേൽക്കോയ്മ നൽകൂല എന്നാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കണം. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന ജുനുഹുൽ ലൈൽ ഔ അംസൈതും ഫകുഫു സിബിയാനകും ഫഇന്ന ശൈത്താന യന്തശിറു ഹീനഇദിൻ ഫഇദാ ദഹബ സഅതൻ മിനൽ ലൈലി ഫഖല്ലൂഹും. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസ്. പ്രദോഷമായാൽ, രാവിൻ്റെ ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പിടിച്ചു വെക്കണം. വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഇരുട്ട് പരക്കണ സമയമായാൽ മക്കളെ പിടിച്ചു വെക്കാൻ പറഞ്ഞു. പെരയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞു. ഫൈന ശൈത്താന യന്തശിറു ഹീനഇദിൻ, കാരണം പിശാചുക്കൾ ആ സമയത്ത് പരക്കും. ഫൈദ ദഹബ സഅതൻ മിനൽ ലൈൽ, രാത്രിയുടെ കുറച്ച് സമയം കഴിഞ്ഞു പോയാൽ ഫഖല്ലൂഹും, നിങ്ങൾ മക്കളെ വിട്ടോളി, പൈശാചിക ശല്യം ഉണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. ഇതെന്തിനാണ് നമ്മളോട് തിരുനബി പറഞ്ഞത്? നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലാണ്. നമ്മളുടെ മക്കളെ ശൈത്താൻ വേട്ടയാടാതിരിക്കാൻ, പൈശാചിക ശല്യങ്ങൾ അവർക്കൊരു വിനയായി ഉപദ്രവമായിട്ട് ഭവിക്കാതിരിക്കാൻ. ഞാൻ 2 ദിവസം മുമ്പ് ഒരാൾ എനിക്കൊരു ക്ലിപ്പ് കാണിച്ചു തന്നു. ആ ക്ലിപ്പിലൊരു ചിത്രീകരണ, നാട്ടിൽ ഇപ്പം അടുത്ത് നടന്നൊരു സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രീകരണം, മടവൂർ വിഭാഗം നടത്തിയ സമ്മേളനത്തിൻ്റെ മെയിൻ സ്റ്റേജിൽ പ്രധാന വേദിയിൽ നിറഞ്ഞ അവരുടെ ഭാഷയിൽ ആൾക്കൂട്ടത്തിന് മുന്നിൽ നടത്തിയ ഒരു ചിത്രീകരണം. അതിലെന്താ, ഈ ഹദീസിനിട്ട് പരിഹസിക്കുകയാണ്. ഒരാ മുസ്ലിമാണ് ആ ചിത്രീകരണം തയ്യാറാക്കിയിട്ടുള്ളത്.
എന്നിട്ട് മാപ്പിളാരിൽ നിന്നിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഇങ്ങനെ സന്ധ്യയായിട്ടുണ്ട് എങ്കിൽ മക്കളെ പിടിച്ചു വെക്കണം, പിശാചുക്കൾ അതില്ല എങ്കിൽ മക്കളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് പരിഹസിച്ചിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഡയലോഗ് ആ മുസ്ലിം ഉണ്ടാക്കിയിട്ട് മാപ്പിളാരത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രീകരണം ഉണ്ടാക്കിയ ആ മുസ്ലിമും അവതരിപ്പിച്ച ആ മുസ്ലിമും വലിയ വ്യത്യാസം ഉണ്ടാകും. സുന്നത്തിനെ എങ്ങനെ പരിഹസിച്ചാൽ ഈ അമുസ്ലിമീങ്ങൾക്ക് ഇത്തരം ചിത്രീകരണങ്ങളെ എഴുതിയുണ്ടാക്കാൻ വിഷയം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ? എന്നിട്ട് അവരുടെ ഈ പരിഹാസ ചിത്രീകരണം വേദികളിൽ അവതരിപ്പിക്കുന്നത് ആരാ? അത് കണ്ട് ആസ്വദിക്കുന്നവരാരാ? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഒരു മനുഷ്യന്മാരും ഒരു തൻ്റെയുള്ള മനുഷ്യന്മാർ ആ കൂട്ടത്തിലില്ലേ എന്നുള്ളതാണ് നമ്മളെ അലട്ടണ വിഷയം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ഇതേപോലെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ കുഫീത വ വുഖീത വ ഹുദീത് എന്ന് അയാളോട് പറയപ്പെടുന്നതാണ്. നിങ്ങൾക്ക് സുരക്ഷയായി, നിങ്ങൾക്ക് സന്മാർഗമായി എന്നൊക്കെ അയാളോട് പറയപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ വഴിയിൽ സുരക്ഷയും ഹിദായത്തും സംരക്ഷണവും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്താ? വീട് വിട്ടിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയലാണ്. ഇതേപോലെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ബിസ്മില്ല ചൊല്ലി സലാം പറഞ്ഞ് കയറണം. ബിസ്മില്ല ചൊല്ലി സലാം പറഞ്ഞ് കയറിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ അന്തിയുറക്കത്തിൽ സുരക്ഷയാണ്, നമ്മളുടെ ഭക്ഷണത്തിലും സുരക്ഷയാണ്. ശൈത്താൻ ശല്യപ്പെടുത്തൂല, ശൈത്താൻ ഉപദ്രവകരമായിട്ട് നമ്മളെ സമീപിക്കൂല. നമുക്ക് ഇന്ന് ഫുഡും അക്കമഡേഷനും ഇല്ല എന്ന് ശൈത്താൻ പറയുന്നതാണ്. ആ വീട്ടിലേക്ക് ശൈത്താനില്ല. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ല, സലാം പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ പഠിപ്പിച്ചതെന്ന് നോക്കൂ നിങ്ങൾ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഒരാൾ 7 തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം 7 തവണ രാവിലെ പറഞ്ഞ് 7 തവണ ഇതൊരാൾ വൈകുന്നേരം പറഞ്ഞ് എങ്കിൽ അയാളെ അലട്ടുന്ന ഇഹപര പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എത്ര പ്രശ്നങ്ങൾ അലട്ടുന്ന മനുഷ്യന്മാരുണ്ട്. ചിലർക്ക് പ്രശ്നങ്ങൾ തന്നെ പറയാനുള്ളത്, പ്രതിസന്ധികളെക്കുറിച്ച് തന്നെയാണ് മൊഴിയാനുള്ളത്. പലരും പല നിലക്ക് വേട്ടയാടുന്നുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്, തിരുനബിയുടെ അനുയായികളാണ്. നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളതായ മാർഗങ്ങളെ പറഞ്ഞു തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പരലോകയാത്രയായിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് അത് പഠിച്ച് നമ്മൾ പ്രയോഗവൽക്കരിക്കണം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അലൈഹി തവക്കൽത്ത്, ആ അല്ലാഹുവിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, തവക്കുലാക്കിയിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, ആ അല്ലാഹു മഹിത സിംഹാസനത്തിൻ്റെ റബ്ബാകുന്നു. അങ്ങനെയുള്ള അല്ലാഹു എനിക്ക് മതി എന്നാണ് പറയുന്നത്. ഇത് 7 തവണ നമ്മുടെ മനസ്സ് തട്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഹപര പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആ അല്ലാഹു മതി, അതിന് പരിഹാരം ഉണ്ടാവും ചെയ്യും. അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ
നമ്മളെ ഉണർത്തിയത് ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കാൻ സാധിക്കും. നമ്മളോട് പറഞ്ഞു തിരുനബി, തനസ്സഹു മിനൽ ബൗൽ ഫഇന്ന ആമ്മത അദാബിൽ ഖബരി മിൻഹു. മൂത്രവിസർജനം നിങ്ങൾ വെടുപ്പാക്കണം. കാരണം ഖബർ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ മൂത്രവിസർജനത്താലാണ്. അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരു മുൻകരുതലാണ് മൂത്രത്തിൽ നിന്ന് വെടുപ്പാകുക എന്നുള്ളത്, മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാകുക എന്നുള്ളത്. ഒരാളുടെ മൂത്രം അത് നമ്മൾക്ക് തെറിച്ച് നമ്മൾ വെടുപ്പാക്കണം. നമ്മൾ തന്നെ ഈ മൂത്രം ഒഴിച്ച് നമ്മൾ ശുദ്ധിയാക്കണം. ചിലപ്പോൾ അത് തിരിച്ച് തെറിക്കാൻ സാധ്യതയുണ്ട്, നമ്മളത് വെടുപ്പാക്കണം. ചിലപ്പോൾ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എഴുന്നേറ്റാൽ ചിലപ്പോൾ ഉറ്റി വീഴാനുള്ള സാധ്യത ഉണ്ട്, വെടുപ്പാക്കണം. തനസ്സഹു മിനൽ ബൗൽ, മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാകുക എന്നുള്ളത് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലാണ്. എന്തിന്? നാളെ രക്ഷപ്പെടാൻ. ഖബർ ശിക്ഷയിൽ കൂടുതൽ അത് മൂത്രവിസർജനത്താലാണ് എന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ എത്ര മുൻകരുതലുകളെയാണ് നമ്മൾ സ്വീകരിക്കുവാൻ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. കണ്ണേറ് മനുഷ്യനെ ഖബറിലെത്തിക്കും, ഒട്ടകത്തെ കലത്തിലെത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിൻ്റെ സ്വാധീനം വളരെ കടുത്തതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് മുൻകരുതലെടുക്കാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മന്ത്രിക്കണം. രാവിലെ ചെല്ലാനുള്ള ദിക്റുകൾ നമ്മൾ ചെല്ലണം, വൈകുന്നേരം ചെല്ലാനുള്ള ദിക്റുകൾ ചെല്ലണം. രാവിലെ ചെല്ലാനുള്ള വിറുതുകൾ നമ്മൾ ചെല്ലണം, വൈകുന്നേരം ചെല്ലാനുള്ള വിറുതുകൾ നമ്മൾ ചെല്ലണം. വിറുതുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ നിന്ന് ഓതേണ്ട ഭാഗങ്ങൾ, അതിനാണ് അത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ മന്ത്രിക്കുമായിരുന്നു. ഹസൻ ഹുസൈൻ കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിക്കും. ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കുട്ടികളോട് പറയണം മന്ത്രിച്ചിട്ട്, ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മാത്ത്, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ, വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. മിൻകുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാ പിശാചുക്കളിൽ നിന്നും എല്ലാ വിഷജീവികളിൽ നിന്നും. വമിൻകുല്ലി ഐനിൻ ലാമ്മ, കണ്ണേറ് പറ്റുന്ന കണ്ണുകളിൽ നിന്നും, ബാധയേൽപ്പിക്കുന്ന കണ്ണുകൾ, അതാണ് അസൂയാലുവിൻ്റെ കണ്ണ്, അസൂയാലുവിൻ്റെ നോട്ടം. അതിൽ നിന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അഭയം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിവായത്തുകളിൽ കാണാം, ഈ ദുആ ചൊല്ലിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ ഇസ്ഹാഖ് കുട്ടികളെ മന്ത്രിക്കുമായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും മന്ത്രിക്കും. ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്നാണ്. അപ്പം നമ്മൾ ഈ സത്യദീൻ യഥാവിധം ഉൾക്കൊള്ളുകയും അങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട മുൻകരുതലുകൾ അത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, യഥാവിധം നമ്മളത് ഉൾക്കൊള്ളുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം ക്ഷേമകരമാകുവാൻ, നമ്മളുടെ പാരത്രിക ജീവിതം ധന്യമാകുവാൻ നമ്മൾ നമുക്കുള്ള മുൻകരുതലുകളെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. കുറേ ഭാഗങ്ങൾ ഇതേപോലെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ടതായ വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നല്ല മുൻകരുതലുകൾ നമ്മുടെ ദീനി നിഷ്ഠയും ദീനി ചിട്ടയുമാണ്. ഇസ്ലാമിനെ പഠിക്കുക, ഇസ്ലാം ദീനിനെ നമ്മൾ ഉൾക്കൊള്ളുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, വിശുദ്ധ ഖുർആൻ നമ്മൾ ഉൾക്കൊള്ളുക.
പ്രയോഗവൽക്കരിക്കുക. അങ്ങനെ നമ്മൾ നമുക്കുള്ള മുൻകരുതലുകളെ യഥാവിധം പഠിച്ചു ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തെ സുരക്ഷിതമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു അവരോടൊത്ത് അന്ത്യനാളിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇടം നേടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മളുടെ ഉമ്മവാപ്പന്മാർക്ക് നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗരാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.